അപ്പം മിറ്റം തൂക്കാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ തീം മിറ്റം തൂക്കാണ്. അപ്പം മുറ്റടിക്കുകയാണ്. മുറ്റടിക്കാത്തൊരു അപ്പോൾ ഇന്ന് കുറേ സബ്സ്ക്രിപ്ഷൻ ബാച്ചിൻ്റെ കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇപ്പം പൊതുവേ എല്ലാവരും തുടങ്ങിയിരിക്കുകയാണ് ഒരു സബ്സ്ക്രിപ്ഷൻ. അതിൽ നല്ല കാര്യങ്ങളുണ്ട്, ഇതുപോലെ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നല്ല കാര്യത്തിൽ ചെയ്യുന്ന ആൾക്കാർ കുറവാണ് കേട്ടോ, പക്ഷേ മോശമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് കൂടുതലാണ്. കാരണം ഭയങ്കരമായിട്ട് കാശ് കിട്ടുമല്ലോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വീഡിയോസ്, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുകയുണ്ടായി. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ശേഷം കുറച്ച് ആൾക്കാർ, നേരത്തെ നല്ല വീഡിയോസ് ഇട്ട ആൾക്കാർ പോലും ഇപ്പോൾ സബ്സ്ക്രിപ്ഷന് നിറയെ കാശ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും ഒന്നും തോന്നുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും വേണ്ട, ഒരു കുടുംബത്തിനോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം വേണ്ടേ, ആ ഒരു ഉത്തരവാദിത്തം അവർക്കതില്ല. പോരാത്തതിന് അവർ കാണിക്കുന്ന കുറേ വൃത്തികെട്ട രീതിയിലുള്ള, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഫോൺ ഇക്കാലത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അവർ പെട്ടെന്ന് ഫോൺ എടുക്കേണ്ട, ഫോണിലെ കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കേണ്ട. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഓൾറെഡി ഈ സംഭവങ്ങൾ കയറി വരുന്നത്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ജസ്റ്റ് എന്താണെങ്കിലും നോക്കും. സഞ്ജു സുഖം, കുഴപ്പമില്ലടാ, സുഖം എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല. പ്രേം ഫുഡൊക്കെ കഴിച്ചെല്ലാവരും? മഴയുണ്ടോ? വിജേഷ് ഹായ്. ഒക്കെ കണ്ടാൽ പിന്നെ അവരുടെ മൈൻഡിലോട്ട് ഇതങ്ങ് സെറ്റ് ആവുകയാണ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് കാണിക്കുക, സ്വന്തം മാനം പോയാലും കുഴപ്പമില്ല, കാശ് കിട്ടണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണ്. ആക്ച്വലി ഇവർക്ക് എന്താണ് പ്രോബ്ലം? ഇനി വീട്ടിലാരും ചോദിക്കാനും പറയാനും ഇല്ലാതെ ഇനി വീട്ടുകാർക്ക് പണം മാത്രം മതിയോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മമാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പാൻറ്റീസൊക്കെ ആണെങ്കിൽ ഒരു സൈഡിൽ കൊണ്ട് ഒളിപ്പിച്ചാണ് വിരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. പൂവും കായും ഒക്കെ ഉള്ള കുറേ പാൻറ്റീസ് എടുക്കും, പിന്നെ ബ്രാ എടുക്കും. അങ്ങനെ എടുത്തിട്ട് നേരെ പബ്ലിക്കിലൊരു വീഡിയോ ഇടും. അതിപ്പോൾ പരസ്യം വന്നതുകൊണ്ട് പിന്നെ ആൾക്കാർ അതിലോട്ട് പിന്നെ ചെറുതായിട്ട് കാണിച്ച് പിന്നെ അത് വലുതിലോട്ട് പോകുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം പണ്ടൊക്കെ അമ്മമാരൊക്കെ ഒളിപ്പിച്ച് കൊണ്ട് വിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോഴാണെങ്കിൽ അത് അങ്ങനെയൊന്നും അല്ല. ഇപ്പം പബ്ലിക്കിലോട്ട് എങ്ങനെ കാണിക്കാം, എങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് ആൾക്കാർ എങ്ങനെ കാണണം, അവർക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാം, പിന്നെ അവരിൽ നിന്ന് എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ളൊരു രീതിയാണ് ഇപ്പോൾ പൊതുവെ വന്നേക്കുന്നത്. നല്ല വൃത്തിയായിട്ടാണ് മുറ്റടിക്കണം. നമ്മൾ ജാലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ മിറ്റടിക്കുകയാണ്. മിറ്റടിച്ചിട്ട് മഴയൊക്കെ പെയ്തിട്ട് മുറ്റം മൊത്തം കളായിട്ട് വെക്കുകയാണ്. ഇനി കൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ, ഇതോ അങ്ങോട്ടൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് തൂക്കാനായിട്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അധപതിച്ച് പോകുന്നുണ്ടോയെന്ന് ചിന്തിച്ച് പോവുകയാണ്. നിങ്ങളുള്ള ഒരു ആൾക്കാരായിരിക്കും. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇവർക്ക്? സത്യം പറഞ്ഞാൽ എന്താണ് ഇവരുടെ? അത് മാത്രമല്ല, ഇവർക്ക് ഈ ഒരു എങ്ങനത്തെ ഡ്രസ്സുകൾ എവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇവർ എവിടെ ചെന്നെടുക്കും ഇങ്ങനത്തെ ഡ്രസ്സുകളും? കടയിൽ ചെന്ന് ചോദിച്ച് മേടിക്കുക. അതിനിപ്പം ഇങ്ങനെ രാമചന്ദ്രയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബക്കറ്റിലൊക്കെ കൂട്ടിയിട്ടേക്കുമല്ലോ ഇതുപോലത്തെ സംഭവങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കുന്നതാണെന്ന് അറിയത്തില്ല. എന്തായാലും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പൊതുവെ നമ്മുടെ ശരീരങ്ങളൊന്ന് 10 ആൾക്കാരൊന്ന് കാണുക, കണ്ട് അവർക്കൊന്ന് ആസ്വദിക്കുക. നമ്മുടെ മനസ്സിനകത്തൊരു സുഖം, ഒരു സന്തോഷം കിട്ടുക. കാരണം കാണിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അവർക്കുണ്ടല്ലോ, അതാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേക്കാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരല്ലേ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ട്. പക്ഷേ ഇപ്പം ഇങ്ങനെ കാണിച്ച് ആ ഒരു വാല്യൂ ഇല്ലാണ്ടാകണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർ കേരളത്തിൽ വരുമ്പോൾ എന്ത് മാന്യമായിട്ടുള്ള ഡ്രസ്സാണെന്ന് ധരിക്കുന്നത് നമ്മൾ അതിശയിച്ച് പോകുന്നുണ്ട്. ഞാനൊക്കെ ഷോപ്പിൽ നിന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ മദമ്മമാരൊക്കെ വരും. അവർ വന്ന് നല്ല അടിപൊളി ഡ്രസ്സുകളാണ് ഇടുന്നത്. ഒരു വൃത്തിയോടെ അവർക്ക് തോന്നത്തില്ല. കാരണം അത്രയും മാന്യതയോടെയാണ് അവർ കേരളത്തിലേക്ക് വരുന്നതും കേരളത്തിലെ കാഴ്ചകൾ കാണാനും ഒക്കെ അവർ വരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെയുള്ള കുറേ ആൾക്കാരുണ്ട് സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട്. സബ്സ്ക്രിപ്ഷൻ നമുക്ക് കാണിക്കണമല്ലോ, അപ്പോൾ നമുക്ക് പൊതുവെ ആൾക്കാർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കണമല്ലോ. എന്നാൽ മാത്രമല്ല അവർ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിലേക്ക് കയറത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അറുപ്പ് തോന്നുന്നുണ്ട്. ഇവർക്കൊന്നും ഒന്നും തോന്നുന്നില്ല. പിന്നീട് ഒരു സമയത്ത് ഈ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു നല്ലത് കാണും. എല്ലാം നോക്കുമ്പോൾ ഈ ബ്രേസറും ജട്ടിയും അതൊക്കെ മാത്രമേ കാണത്തുള്ളൂ. അല്ലാണ്ട് വേറെ എന്ത് കാണും? ഒരു കാര്യവും കാണത്തില്ല. മക്കൾക്ക് എന്ത് എടുത്ത് കാണിച്ചു കൊടുക്കും? മക്കൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, നിങ്ങളത് നോക്കിയേ, അമ്മയുടെ വീഡിയോസ് കൊള്ളാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മക്കൾ പറയും, എങ്ങനെ പറയും, എന്തെന്ന് പറയും? ഈ ഭർത്താക്കന്മാരോട് പറയാണ്. ഭർത്താക്കന്മാരാണെങ്കിൽ ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്തു കൊടുക്കുന്നത് ഹസ്ബൻഡാണ്. പല വീഡിയോയിലും പല രീതിയിലാണ്. ഇങ്ങനത്തെ വീഡിയോസ് എടുത്തു കൊടുക്കുന്നത് മിക്കവാറും ഭർത്താക്കന്മാരായിരിക്കും. കാരണം അവർക്ക് കാശാണ്. അവർക്ക് മേലനങ്ങാണ്ട് എങ്ങനെ കാശ് ഉണ്ടാക്കണം എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിരുന്നാലും ഇവർ ഇപ്പോൾ ആരോടെങ്കിലും പറയാണ്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് തരുമോ, ഞാൻ ഫോളോ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ
അവർ കൊടുക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ പറയുന്ന രീതി, പണ്ട് നമ്മൾ ഷക്കീലയുടെ സിനിമകളൊക്കെ കേട്ടിട്ടുണ്ട്, അതൊന്നും ഒന്നും അല്ലാന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇത് അവരൊക്കെ പണ്ട് അയ്യോ ആ ഒരു പടത്തിൽ അഭിനയിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധമുണ്ട്. ഞാൻ പടത്തിലാണല്ലോ അഭിനയിച്ചത് എന്നുള്ളൊരു കുറ്റബോധം ഇപ്പോഴും ഉണ്ട്. എൻ്റെ സാഹചര്യം കൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ അഭിനയിച്ചത് എന്ന്. പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കാണിക്കുന്നത് അങ്ങനെയുള്ളൊരു സംഭവമേ ഇല്ല. ഇനി എനിക്ക് കാണിക്കണം, ഇനി എനിക്ക് കാണിച്ച് സന്തോഷം കണ്ടെത്തണം, മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടണം, എനിക്ക് സന്തോഷം കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ആൾക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരോട് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ തൂഫാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ സോഷ്യൽ മീഡിയയും കൂടി ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇതുപോലെ കുഞ്ഞു പിള്ളേരെ പോലും വെറുതെ വിടാത്തൊരു സാധനങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. ഇതുപോലെയുള്ള വലിയ വലിയ മുതുക്കിയ സ്ത്രീകൾ കാണിക്കുന്ന രീതികളാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അത് കാണുന്നത്. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, അവർക്ക് വിവരമില്ല, അവർക്ക് ഇത് എന്നതാണ് കാണിക്കുന്നത് പോലും അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഗെയിം കളിക്കുമായിരിക്കും. ചിലപ്പം ഗെയിം കളിച്ചിട്ട് നെറ്റ് ഓൺ ആയിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ എന്തെങ്കിലും കയറിപ്പോവും. അപ്പോൾ കയറിപ്പോകുമ്പോഴത്തേക്ക് കാണുന്നത് ഇതാണ് സംഭവം. എന്ത് അഭിമാനമാണ് ഇവർക്ക് കിട്ടുന്നത് ഇതിലൂടെ? ഇവർക്ക് എന്തെങ്കിലും അഭിമാനം കിട്ടുമോ? എന്താണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും അങ്ങനെ അഭിമാനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ശരി. അയ്യോ ഇതിപ്പോൾ അങ്ങനെയല്ല. സ്വന്തം ജീവിതത്തിൻ്റെ വാല്യൂ കുറച്ച് സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് മറ്റുള്ള ആണുങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നു. അതാണിപ്പോൾ കറക്റ്റായിട്ടുള്ള പേരെന്ന് പറയുന്നത്. സത്യം വീട്ടമ്മമാരാണ് കേട്ടോ ഇതത്രയും. വീട്ടിൽ പാചകം ചെയ്ത് ഭർത്താക്കന്മാരുടെയും കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന വീട്ടമ്മമാരാണ് ഇപ്പം സ്ഥിരമായിട്ട് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് കാണിക്കുന്നത്. സമയത്ത് ഇപ്പം ഭർത്താക്കന്മാർക്ക് നല്ലൊരു ജോലിയായിരിക്കും. അയാൾ ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് എടാ നിന്റെ ഭാര്യ ഇല്ലേടാ ഇങ്ങനെ കാണിക്കുന്നത്, എടാ നിന്റെ ഭാര്യ ഇല്ലേടാ ഇത്, അയ്യേ എന്ന് ചോദിച്ചാൽ എന്ത് നാണം കേട്ട് ഏർപ്പാടാന്ന് നോക്കിയേ. അത് പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് പ്രശ്നമില്ല, പക്ഷേ ഇത് പ്രശ്നമുള്ള ആൾക്കാർ കാണും, ആത്മാഭിമാനമുള്ള ആൾക്കാർ ഒരുപാട് പേര് കാണും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കുക അയ്യേ ഇത് എൻ്റെ ഭാര്യയാണല്ലോ ഇങ്ങനെ കാണിക്കുന്നത്. അവർ ചിന്തിച്ചു പോയാൽ തീർന്നു അവിടുത്തെ കാര്യം. പിന്നെ ഇപ്പോഴത്തെ കുറേ ആൾക്കാർക്ക് കാശാണല്ലോ മെയിൻ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്നിരുന്നാലും ഒന്ന് ചിന്തിക്കുക, നിങ്ങളിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മക്കളെ മുഖത്തോട്ട് നോക്കുക. നിങ്ങളുടെ മക്കളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ ഒരു വീഡിയോ എങ്ങനെ അവരുടെ അടുത്ത് കാണിക്കും നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ കൊള്ളാമോ, എങ്ങനെയുണ്ട് മോനെ ഈ വീഡിയോ, അല്ലെങ്കിൽ മോളെ ഈ ഒരു വീഡിയോ എന്തെന്ന് പറയും കാണിക്കും. നിങ്ങൾ ഈ ഷോള് മാറ്റിയതും ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മാറ്റിയതും പിന്നെ ടു പീസിൽ നിൽക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കും മക്കൾക്ക്. കഷ്ടം. അധപതിച്ച് പോകുന്നതിനൊരു പരിധിയുണ്ട്. അധപതിച്ച് പോകുന്നതിന് കഷ്ടമുണ്ട്.